ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് കേരള സർക്കാർ. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല എന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നുമാണ് വിമർശനം. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത്. ഈ കത്ത് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും തള്ളും. കത്തിന്മേൽ ഗവർണറോട് രാഷ്ട്രപതിയും കേന്ദ്രവും വിശദീകരണം തേടും. മറുപടി വാങ്ങിയ ശേഷം കേരളത്തിൻ്റെ ആരോപണവും തള്ളും. ഗവർണറും സർക്കാരും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കത്തിൽ ഏറെ ഗൗരവമുള്ള നടപടിയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഉൾപ്പെടാതെ തടഞ്ഞുവെച്ച നടപടിയിലാണ് ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ല എന്ന വിമർശനം സർക്കാർ ഉന്നയിക്കുന്നത്. ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ അയച്ചിരിക്കുന്ന കത്തും. എന്നാൽ ഈ കത്തിൽ വിശദീകരണം ചോദിച്ചാൽ കേരളത്തിലെ ധനപ്രതിസന്ധിയും ക്രമസമാധാന നില തകർച്ചയും അടക്കം ഗവർണർ ചർച്ചയാക്കും. ഗവർണർ ഈ വിഷയങ്ങളിൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് അയക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയക്കുന്നത്. സ്വാഭാവിക വിശദീകരണം ചോദിച്ചാൽ കേരളത്തിൻ്റെ സർക്കാരിനെ അക്കമിട്ട് നിരത്തുന്ന തരത്തിൽ മറുപടി നൽകും. കേരളത്തെ മുഖ്യമന്ത്രി കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളിലൂടെ തന്നെ വിശദീകരിക്കും. സർവകലാശാലകളുടെ ധൂർത്തും അഴിമതിയുമടക്കം കേന്ദ്രത്തെ ധരിപ്പിക്കും. ഇതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കെടുകാര്യസ്ഥതയാണെന്നും പറയും. ഇതിനുള്ള സുവർണാവസരമാണ് ഗവർണർക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഏതായാലും ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമായി തുടരുമെന്നതിന് തെളിവാണ് ഈ സംഭവ വികാസങ്ങൾ. 2024 ജനുവരിയിൽ നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കാനിരിക്കെയാണ് ഗവർണറുമായി തെരുവിലുള്ള ഏറ്റുമുട്ടലിലേക്ക് CPM കടന്നത്. നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ മുൻപിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ഇതോടെ ഉദ്വേഗമായി. ഭരണഘടനാപരമായ ബാധ്യതയാണെങ്കിലും ഈ അവസരങ്ങൾ സർക്കാരിനെതിരെയുള്ള കണക്കുതീർക്കൽ ഉപയോഗപ്പെടുത്തുകയെന്ന മാർഗം ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് പലവട്ടം സ്വീകരിച്ചിട്ടുണ്ട്. SFI പ്രവർത്തകരെ തെരുവിലിറക്കി ഗവർണർക്കെതിരെ സർക്കാർ യുദ്ധപ്രഖ്യാപനത്തിന് തുനിയുകയും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണത്തെ സർക്കാരിന് കാര്യങ്ങൾ എളുപ്പമാകാനിടയില്ല. ജനുവരി മധ്യത്തിൽ 2024 ആദ്യ നിയമസഭാ സമ്മേളനം ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള നയപ്രഖ്യാപന പ്രസംഗമായതിനാൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ട്. ഇതിനോട് ഗവർണർ എടുക്കുന്ന സമീപനവും നിർണായകമാകും. ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിൽ ഇന്നലെ CPM പത്രമായ ദേശാഭിമാനി 1-ാം പേജ് വാർത്ത നൽകിയിരുന്നു. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ അതിന് കഴിയൂ. ഈ സാഹചര്യത്തിൽ ഗവർണർ നടത്തുന്ന നീക്കം BJP തുടർഭരണം എത്തുമെന്നതിൻ്റെ സ്ഥിരീകരണമാണെന്ന പരിവാറുകൾ പ്രചരിപ്പിച്ചു. അതിരാവിലെ തന്നെ ഈ പ്രചരണം തുടങ്ങുകയും ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ 5 കൊല്ലം കൂടി ഗവർണറായി തുടരുമെന്ന അഭിപ്രായം BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പങ്കുവച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശാഭിമാനി വാർത്ത. ഗവർണർ പദവിയിൽ സെപ്റ്റംബറിൽ കാലാവധി കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുനർനിയമനം കിട്ടാൻ കേരള BJP നേതാക്കളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുന്നു എന്നാണ് ദേശാഭിമാനി 1-ാം പേജ് വാർത്ത. ഏപ്രിൽ മെയ്യിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സെപ്റ്റംബറിലെ ഗവർണർ നിയമനവും മോദി തീരുമാനിക്കുമെന്ന ഉറപ്പിലുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഗവർണർക്കെതിരെ കത്തുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തുന്നത്.